നമസ്കാരം. പ്രധാന വാർത്തകൾ. റദ്ദാക്കിയ UGC നെറ്റ് പരീക്ഷകൾ നടത്താനുള്ള തീയതിയായി. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 4 വരെ UGC നെറ്റ് പരീക്ഷകൾ നടക്കും. CSIR നെറ്റ് പരീക്ഷ ജൂലൈ 25 മുതൽ 27 വരെ നടക്കും. ചോദ്യപേപ്പർ ചോർന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം പരീക്ഷകൾ മാറ്റിയത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് പുതുക്കിയ തീയതികൾ പ്രഖ്യാപിച്ചത്. കനത്ത മഴ, വെള്ളക്കെട്ടിൽ വീണ് 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം. ഡൽഹിയിൽ മഴവെള്ളത്തിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ വെള്ളക്കെട്ടിൽ വീണ് മുങ്ങി മരിച്ചു. 8ഉം 10ഉം വയസ്സുള്ള ആൺകുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് വൈകിട്ട് 5 മണിയോടെ ഡൽഹിയിലെ ഉസ്മാൻപൂർ മേഖലയിലാണ് സംഭവം നടന്നത്. ഏകദേശം 5 അടിയോളം താഴ്ചയുള്ള കുഴിയിലാണ് കുട്ടികൾ വീണത്. കുട്ടികളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി GTP ആശുപത്രിയിലേക്ക് മാറ്റി. 3 വയസ്സുകാരന് പൊള്ളലേറ്റ സംഭവം. കേസിൽ വഴിത്തിരിവ്. ചായ ഒഴിച്ചത് മുത്തച്ഛനല്ലെന്ന് കണ്ടെത്തി. തിരുവനന്തപുരം മണ്ണന്തലയിൽ ചായ വീണ 3 വയസ്സുകാരന് പൊള്ളലേറ്റ സംഭവത്തിൽ നിർണായക കണ്ടെത്തൽ. കുട്ടിയുടെ ദേഹത്ത് ചായ ഒഴിച്ചത് മുത്തച്ഛനല്ല എന്നാണ് കണ്ടെത്തിയത്. സംഭവം നടന്ന സമയത്ത് കുട്ടിയുടെ മുത്തച്ഛൻ വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തി. ഇതോടെയാണ് മുത്തച്ഛൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞത്. ഇതോടെ ഇദ്ദേഹത്തിനെ പോലീസ് വിട്ടയച്ചു. ചായ കുട്ടിയുടെ ദേഹത്തേക്ക് അബദ്ധത്തിൽ മറിഞ്ഞതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. 3 വയസ്സുകാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കുട്ടിയുടെ അമ്മയുടെ രണ്ടാനച്ഛനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ താനല്ല ഇത് ചെയ്തെന്നും കുട്ടിയുടെ ദേഹത്ത് അബദ്ധത്തിൽ ചായ വീണതാണെന്നും മുത്തച്ഛൻ ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് സംഭവം നടന്ന സമയം ഇയാൾ വീട്ടിലില്ലായിരുന്നുവെന്ന് മനസ്സിലായത്. തിരുവാഭരണം മോഷ്ടിച്ച പൂജാരി അറസ്റ്റിൽ. തിരൂരിലെ ക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണം മോഷ്ടിച്ച കേസിൽ പൂജാരി അറസ്റ്റിൽ. സംഭവത്തിൽ പൂജാരി നെന്മാറ സ്വദേശി മനക്കൽ ധനേഷിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. 5 പവനോളം തൂക്കം വരുന്ന തിരുവാഭരണം മോഷ്ടിച്ച ശേഷം പ്രതി അതേ മാതൃകയിലുള്ള വ്യാജ തിരുവാഭരണം തിരികെ വെക്കുകയായിരുന്നു. തുടർന്ന് ക്ഷേത്ര ഭാരവാഹികൾ നൽകിയ പരാതിയിലാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. AM ആരിഫ് ദുർബല സ്ഥാനാർത്ഥി. ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം. CPM സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റിയെന്നും KC വേണുഗോപാൽ മത്സരിച്ചില്ലെങ്കിൽ ആലപ്പുഴയിൽ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വിജയിക്കുകയും AM ആരിഫ് 3ാം സ്ഥാനത്തേക്ക് പോകുമായിരുന്നുവെന്നും യോഗത്തിൽ വിലയിരുത്തി. ഐസക്കിനെ ആലപ്പുഴയിൽ മത്സരിപ്പിക്കണമായിരുന്നുവെന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ അഭിപ്രായമുയർന്നു. AM ആരിഫ് ദുർബല സ്ഥാനാർത്ഥിയായിരുന്നു. ആരിഫിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ അവിടെ തോൽവി ഉറപ്പായതായും തോമസ് ഐസക്കിനെ ആലപ്പുഴയിൽ മത്സരിപ്പിക്കാതെ പത്തനംതിട്ടയിൽ മത്സരിപ്പിച്ചത് തെറ്റായ തീരുമാനമായിരുന്നുവെന്നും വിലയിരുത്തലുണ്ടായി. കൂടാതെ മുതിർന്ന നേതാക്കളായ EP ജയരാജനും AK ബാലനും നേരെ വിമർശനമുയർന്നു.